ജോണി അറിയില്ല. എനിക്ക് ജോണിയെ കാണണം. അറിയില്ലെന്ന് പറഞ്ഞില്ലേ? പോയി തിരക്കണം. ബോബി, ജോണി എപ്പോ വരുമെന്ന് പറയൂ. വരും. ഇനിയൊരു മരണം കൂടെ നടക്കുമ്പോ അത് കാണാൻ. അയാളൊരു ക്രൂരനാണ്. മൈൻഡ് യുവർ വേർഡ്സ്. ജോണിയെ കുറിച്ച് നിനക്കെന്തറിയാം? ഓരോ ദിവസം ചെല്ലും തോറും കാഴ്ചശക്തി കുറഞ്ഞു വന്ന് അന്ധനായിക്കൊണ്ടിരിക്കുകയാണ് അയാൾ. ഒരു ഡോക്ടറും രോഗിയും തമ്മിലുള്ള ബന്ധമേ എനിക്ക് അയാളോടുണ്ടായിരുന്നുള്ളൂ. അയാളുടെ രോഗം ഒരിക്കലും മാറില്ല എന്നറിയുന്നത് വരെ. ഒപ്റ്റിക് അട്രോഫി എന്നാണ് അതിന്റെ പേര്. തലച്ചോറിൽ നിന്നും കണ്ണിലേക്കുള്ള ഒപ്റ്റിക് നെർവ്സ് കുറേശ്ശായി ദ്രവിച്ചു തുടങ്ങും. ഒടുവിൽ ആ ഞരമ്പുകളുമായുള്ള ബന്ധം കണ്ണിന് നഷ്ടപ്പെടും. അതോടെ കണ്ണിൽ ഇരുട്ട് വീഴുകയായി. ഇറ്റ് ഈസ് ഇറിക്കവറബിൾ. ചികിത്സ ഇനിയും കണ്ടുപിടിച്ചിട്ടില്ല. കാഴ്ച നഷ്ടപ്പെടുന്ന നിമിഷം എത്തും മുമ്പ് എല്ലാം കണ്ട് കൊതി തീരാൻ, സ്വന്തം ജീവനേക്കാൾ സ്നേഹിക്കുന്ന നിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ, അതിന് അയാൾ ഈ കോളേജിൽ ചേർന്നതും നിങ്ങളുടെ കൂടെ കുസൃതികളും തമാശകളുമായി കൂടിയതും ഒക്കെ. ഒരപേക്ഷയുണ്ട്. നിങ്ങൾ ജോണിയെ ചെന്ന് കാണണം. മാപ്പ് പറഞ്ഞ അയാളെ തിരിച്ചു കൊണ്ടുവരണം. ബോബി, നീ എറിഞ്ഞ കല്ല് അയാളുടെ ഉള്ളിലാ കൊണ്ടത്. ജോണി, നിനക്ക് എന്ത് പറ്റി മോനെ? ഒരു കൈപ്പിഴ പറ്റിയച്ചോ. പിഴയ്ക്കുന്നച്ചോ. കൈ പിഴയ്ക്കുന്നു, കണ്ണ് ചതിക്കുന്നു. നിന്റെ കൈ പിഴച്ചു വന്നു? എന്താ സംഭവിച്ചെന്ന് ഒന്ന് വ്യക്തമായി പറയൂ ജോണി. സോറി. ചായ.
ഞാൻ അവസാനിപ്പിക്കും. കണക്ക് നോക്കിയാൽ നഷ്ടം എനിക്കാണെങ്കിൽ. എന്നെ ഇനി ഇതിലേക്ക് വലിച്ചഴച്ച എല്ലാത്തിനെയും കൊന്നേ ഞാൻ മാറും. കഴിഞ്ഞ എത്രയോ നാളുകളായി കണ്ണു തുറന്നു വെച്ചാൽ നേരം വിളിപ്പിക്കുന്നത്. പേടിയാ. ഉറക്കമിട്ട് എഴുന്നേക്കുമ്പോ കണ്ണിൽ ഇരുട്ടാണേല്. പിറക്കുന്നതേ കുരുടനായിട്ടായിരുന്നേല് ഒന്നും കണ്ടില്ല എന്നുള്ള ആശ്വാസമെങ്കിലും ഉണ്ടായിരുന്നു. ഇതിപ്പോ എല്ലാം കാണിച്ചെന്നിച്ച് പെട്ടെന്നൊരു ദിവസം ഇനി നീയൊന്നും കണ്ടിടാവൂ എന്ന് പറയുമ്പോ ആർത്തി കൂടുക കണ്ടെന്നറിയാൻ. പക്ഷേ അങ്ങനെയൊക്കെ തന്നെ അറിയാൻ മേലാഞ്ഞിട്ടാ. മുകളിലിരിക്കുന്ന പുള്ളിക്ക് അങ്ങനെ തോറ്റു കൊടുക്കാൻ ജോണിയെ കിട്ടത്തില്ല. എന്റെ പിസ്റ്റളിൽ ഞാനൊരു ബുള്ളറ്റ് കരുതിയിട്ടുണ്ട്. കാഴ്ച തീർത്തും നഷ്ടപ്പെടുന്ന ദിവസം താഴെ ഇവിടെ ചേർത്ത് വെച്ച് ഒറ്റ താങ്ങ്. അങ്ങനെ ഒരു തീരുമാനം അത് വേണ്ട. രണ്ട് കണ്ണുകളുള്ള ഒരാളുണ്ടായല്ലോ ജോണിയോട് ജീവിക്കാൻ. അതുപോരെ? വേണ്ട ടീച്ചറെ, അങ്ങനെ ആർക്കും ഒരു ഭാരമായിട്ട് കഴിയാൻ ജോണിക്ക് പറ്റത്തില്ല. അതൊരു എന്നാ പറയുന്നേ ഈഗോ പ്രശ്നമാണ്. ജോണി വേണ്ട. ഈ നിമിഷത്തിൽ ഒന്ന് ചേർത്ത് നിർത്താൻ കൊതിയില്ലാഞ്ഞിട്ടല്ല. കണ്ട അന്ന് തൊട്ട് മനസ്സിനെ ശാസിച്ചു നിർത്തുകയായിരുന്നു. വെളുപ്പാങ്കാലത്ത് കണ്ട ധ്രുവനക്ഷത്രം പോലെ നേരെ ചൊവ്വയെ കാണാൻ കഴിയും മുമ്പേ കണ്ണിന്റെ മുമ്പിൽ നിന്ന് മാഞ്ഞു പോകില്ലേ.